തങ്കം ഓ നീ വന്നേ. വെക്കട്ടെ, ചായ വെക്കട്ടെ. അല്ല ഒന്നിങ്ങോട്ട് വാ, ചായ നമുക്ക് പിന്നെ കുടിക്കാം. അതിന് പിന്നെ വേറൊരു വലിയൊരു അത്യാവശ്യ കാര്യം അറിയിക്കാൻ. നീ വാ. പറ, എന്താ? നിനക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? അല്ല, നടന കലാകേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന്? അവിടെ നിക്ക്, നീ എവിടെ ഓടണേ? ഇത് നടന കലാകേന്ദ്രത്തിൽ നിന്ന് വന്ന കത്തല്ലേ? ഇല്ല, അവരുടെ ലെറ്റർ ഹെഡ് അല്ലല്ലോ. ഇതിനകത്ത് അവരുടെ ഫീലില്ല, ഡേറ്റ് ഇല്ല. സത്യം പറയട്ടെ, ഇതാരും എഴുതിയതാ? കള്ളം പറയരുത് തങ്കം. എന്തിനാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്? ഞാൻ കുഞ്ഞിന്റെ ബുക്കിൽ നീ എഴുതിയത് ശ്രദ്ധിച്ച്. ഇത് രണ്ടും ഒരേ കയ്യക്ഷരം. എന്തിനാ അപ്പൊ ഇങ്ങനെ ഒരു കത്ത് നീ എഴുതിയത്? അതൊരു കുഴപ്പം പറ്റി ക്ലീറ്റോ. എന്താ കുഴപ്പം? അന്ന് നമ്മള് ലെറ്റർ അയച്ചില്ലേ അങ്ങോട്ട്, അപേക്ഷ, അതിനവരിങ്ങോട്ട് മറുപടി അയച്ചായിരുന്നു. എന്നിട്ട് ആ കത്ത് എവിടെ? അത് ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്തിന് കത്തിക്കാൻ വേണ്ടിട്ട്? അതിലെന്താ പ്രശ്നം? അതിനകത്ത് മൊത്തം പ്രശ്നമായിരുന്നു. അതിനകത്ത് എഴുതിയേക്കാണ് നമ്മുടെ കൊച്ചിന്റെ ഡാൻസ് ഒന്നും പോരാ, ആ നിലവാരത്തിലുള്ള പിള്ളേരൊന്നും അല്ല അവിടെ എടുക്കണത്, പിന്നീട് ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണം. അത് കണ്ട് അവൾക്ക് വിഷമാവില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുതെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്ന? കൊച്ചിനെ നടന കലാകേന്ദ്രം എന്നും പറഞ്ഞ് അതിനെ മോഹിപ്പിച്ച് ഒരു കാര്യമില്ലാതെ. പിന്നെ അവൾ അറിയണില്ലല്ലോ. അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണമെന്ന് നോക്ക്. ആ കൊച്ചിന് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കൂലേ? ഞാൻ കൊച്ചു വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. കൊള്ളാം. പോയി ചായ എടുത്തുണ്ടോ? പ്രിൻസിപ്പാളെ, നടന കലാകേന്ദ്രത്തിലെ പ്രിൻസിപ്പാളെ.